ഹലോ എവരിവൺ, വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഈയിടെയുണ്ടായ ഒരു മസ്തിഷ്ക ജ്വര മരണമാണ്. വ്യക്തിപരമായി അറിയാവുന്ന ഒരു ഫാമിലിയിലെ കുട്ടിയാണ് ദക്ഷിണ. എന്താണ് ഇതിന് കാരണമായിട്ടുള്ളത്? വെർമമീബ വെർമിഫോമിസ് എന്ന് പറയുന്ന ഒരു അമീബയാണ് ഇതിന് കാരണമായിട്ട് കുട്ടിയുടെ മരണശേഷമുള്ള ബ്രെയിൻ ബയോപ്സി റിപ്പോർട്ടുകൾ പറയുന്നത്. സാധാരണ ഒരു അമീബിക് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് ഒരു 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാവും. സാധാരണ ഏത് എൻസെഫലൈറ്റിസ്, മെനിഞ്ചോ എൻസെഫലൈറ്റിസ്, അതായത് ബാക്ടീരിയൽ ആയാലും വൈറൽ ആയാലും 5 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാവേണ്ടതാണ്. പക്ഷേ ഈ ഒരു കേസിൽ 3 മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് ലക്ഷണങ്ങൾ കണ്ടത് എന്നുള്ളത് രോഗനിർണയവും ചികിത്സയും വൈകാൻ വേണ്ടിയിട്ടൊരു കാരണമായിട്ടുണ്ട്. ഇതിനൊരു ഗുരുതരാവസ്ഥ എന്ന് പറയുന്നത് 97% മുതൽ 100% വരെ മരണനിരക്ക് അല്ലെങ്കിൽ ഫെറ്റാലിറ്റി റേറ്റ് ഉള്ള ഒരു അസുഖം കൂടിയാണിത്. അതിനാൽ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏക പോംവഴി. ഇത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ എൻ്റർ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. സാധാരണ ഈ ഒരു അമീബ തെർമോഫിലിക് ആണ്, അതായത് ഉയർന്ന താപനിലയിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ജീവിയാണ് അമീബ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാം വാട്ടർ സർഫസസിലാണ് കൂടുതലായിട്ട് കണ്ടുവരിക. അതായത് വാം വാട്ടർ ബോഡീസിലെല്ലാം, സ്വിമ്മിംഗ് പൂളായിക്കോട്ടെ, കുളങ്ങളിൽ, കെട്ടിക്കിടക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളിലും അമീബ കാണാൻ സാധ്യത ഏറെയാണ്. ദക്ഷിണയിലാണെങ്കിൽ 3 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസങ്ങൾക്ക് മുമ്പ് കുട്ടി വിനോദയാത്ര പോവുകയും അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനിടയാവുകയും ചെയ്തു. അവിടെ നിന്നാകണം ഈ കുട്ടിയുടെ ബോഡിയിൽ എൻ്ററായത് എന്ന് 99% അങ്ങനെയാണ് സാധ്യത എന്നാണ് ഡോക്ടർ നിഗമനത്തിലെത്തിയത്. വേറെ ഒരു യാത്രകളും അതിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നേസൽ കാവിറ്റി വഴി സ്വിമ്മിംഗ് പൂളിൽ കളിക്കുമ്പോൾ നേസൽ കാവിറ്റി മൂക്കിലൂടെ ക്രിബ്രിഫോം പ്ലേറ്റ് വഴി ബ്രെയിനിലെത്തി ബ്രെയിൻ സെൽസിനെ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങളെ ഓരോന്നോരോന്നായി കാർന്ന് തിന്നുവാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ട്രോഫോസോയിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, അതായത് ഈ അമീബയുടെ ട്രോഫോസോയിറ്റ് സ്റ്റേജിലാണ് നമ്മുടെ മനുഷ്യരിൽ കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ആ ഒരു സ്റ്റേജിലാണ് ഇത് കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് ബ്രെയിൻ സെൽസിലും പിന്നെ CSF നമ്മുടെ ബ്രെയിനിലെ ഫ്ലൂയിഡിലും ഒക്കെ എത്തി സിംറ്റംസ്, ലക്ഷണങ്ങൾ ഉണ്ടാവുന്നു. പനി, തലവേദന, ഛർദി, കാഴ്ചത്തകരാറുകൾ, കഴുത്ത് വേദന, നടുവേദന, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ ബോധം നഷ്ടപ്പെടൽ, ഹാലൂസിനേഷൻ, കൺഫ്യൂഷൻ പോലെയുള്ള മെൻ്റൽ പ്രോബ്ലംസ്, അതായത് മാനസികമായിട്ടുള്ള ആ ഒരു തകരാറുകളൊക്കെ തന്നെ കാണിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ അവെയർ ആയിരിക്കുക ഇതിനെക്കുറിച്ച്. എന്നിരുന്നാൽ പോലും ഈ ലക്ഷണങ്ങൾ വളരെ മൈൽഡായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് രോഗനിർണയത്തിന് കാലതാമസം എടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് നമ്മൾ ഇതുപോലെയുള്ള വെള്ളങ്ങളിലൊക്കെ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ നീന്താനിടവരുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വാട്ടർ സോഴ്സസ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ്സും അതുപോലെ ക്ലോറിനേഷനും ഒക്കെ ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നീന്തുന്നവർ നോസ് ക്ലിപ്സോ അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിൽ വരുന്ന രീതിയിൽ നീന്തുകയോ ഒക്കെ ചെയ്തിട്ട് കൂടുതൽ അതിൻ്റെ ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. അല്ലെങ്കിൽ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. ഇതിൻ്റെ ഒരു ഫെറ്റാലിറ്റി റേറ്റ് വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഒന്ന് കുറച്ചും കൂടി അവെയർ ആയിട്ടിരിക്കുക. ഇതുപോലെയുള്ള മറഞ്ഞിരിക്കുന്ന വൈവിധ്യങ്ങൾ, ഹിഡൻ ഡൈവേഴ്സിറ്റീസ് കുറേ പ്രകൃതിയിലുണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.